അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം SLC പരീക്ഷയുടെ റിസൾട്ടൊക്കെ പുറത്തു വന്നു. നമ്മൾ ആ SLC പരീക്ഷ റിസൾട്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയും നമ്മുടെ മക്കളതാവാം മറ്റുള്ളവരുടെതൊക്കെ നമ്മൾ പല ആളുകളും സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. പല ആളുകളും അതിൽ സന്തോഷങ്ങൾ പങ്കിടുന്നത് നമ്മൾ കാണുകയുണ്ടായി. പല കുടുംബങ്ങളും തൻ്റെ മക്കൾക്ക് അവിടുന്ന് SLC പരീക്ഷയിൽ A+ ലഭിച്ചതുകൊണ്ട് നല്ല മാർക്ക് ലഭിച്ചപ്പോൾ പല ആളുകളും പല ഗിഫ്റ്റുകൾ കൊടുക്കുന്നതൊക്കെ സ്റ്റാറ്റസ് ഇട്ടു. അതിൻ്റെ പേരിൽ സന്തോഷിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളെ കുടുംബങ്ങളെ നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ആ റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ ഒരു റിസൾട്ടും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഏറെ വേദനിച്ച ഒരു സമയത്ത് നമ്മളൊക്കെ കണ്ണീരിലാഴ്ത്തിയ ഷഹബാസ് എന്ന് പറയുന്ന ആ പൊന്നുമോൻ്റെ റിസൾട്ടായിരുന്നു അത്. നമുക്കറിയാം, അവിടുത്തെ മാതാപിതാക്കൾ എല്ലാവരും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ തൻ്റെ മക്കൾക്ക് A+ ലഭിച്ചതിൻ്റെ പേരിൽ, നല്ല മാർക്ക് ലഭിച്ചതിൻ്റെ പേരിൽ എല്ലാ രക്ഷിതാക്കളും അവിടുന്ന് ആഘോഷങ്ങളിൽ സന്തോഷങ്ങളിൽ നിറയുമ്പോൾ ആ ഉമ്മ വാപ്പ അവർ കണ്ണീരിലാണ്. മകൻ്റെ മാർക്ക് കണ്ട് അതിൻ്റെ പേരിൽ സന്തോഷിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ എന്ന പേരിൽ ആ ഉമ്മയും ബാപ്പയും സങ്കടത്തിലാണ്. ആ പൊന്നുമോനെന്ന് 6 അടി മണ്ണിലാണ്. ഏറെ സ്നേഹിച്ച് കൂടെ കൂട്ടിയ സുഹൃത്തുക്കൾ പോലും തന്നെ ചതിക്കുകയായിരുന്നു എന്ന് ഉറങ്ങുന്ന ഉറക്കിൽ പോലും ചിന്തിക്കാൻ കഴിയാതെ ഷഹബാസ് നമ്മുടെ മുമ്പിലൂടെ ജീവിച്ചു പോയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇന്ന് നമുക്ക് മുമ്പിൽ ഷഹബാസ് ഇല്ല. ഷഹബാസിനെ കൊന്ന കൊലയാളികൾ ഇന്നുമുണ്ട്. അവർക്ക് പോലീസ് പ്രൊട്ടക്ഷനാണ്. പരീക്ഷ എഴുതാനുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ട്. പക്ഷേ അവിടെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട ആ പൊന്നുമോൻ ഷഹബാസിൻ്റെ ആത്മാവിന് നീതി ലഭിച്ചോ? നമ്മളൊന്ന് സ്വന്തം ചോദിക്കേണ്ടതുണ്ട്. നിയമം എന്താണ് ചെയ്യുന്നത് എന്ന് പോലും എൻ്റെ പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമുക്ക് പറയാൻ കഴിയുന്നില്ല. ആരുടെ പക്ഷത്താണ് നിയമവും പോലീസും കോടതിയും എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. സാഹചര്യങ്ങൾ പ്രതികൾക്ക് ഇന്ന് അനുകൂലമാകുമ്പോൾ അവിടെ വേദനിക്കുന്ന ഹൃദയങ്ങൾ ഒരുപാടുണ്ട് എന്ന് നിയമമൊന്ന് മനസ്സിലാക്കണം. നിയമം കൈകാര്യം ചെയ്യുന്നവൻ്റെ കുടുംബത്തിലാണ് അല്ലെങ്കിൽ സ്വന്തം മക്കൾക്കാണ് ഈ ഒരു അനുഭവം വന്നിരുന്നെങ്കിൽ അവർ എന്തു ചെയ്യും എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ. ആ പൊന്നുമോനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഷഹബാസിൻ്റെ വിയോഗത്തിൽ തകർന്നു പോയ തൻ്റെ സുഹൃത്തുക്കളുടെ റിസൾട്ട് എൻ്റെ പ്രിയമുള്ളവരെ താളം തെറ്റി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒരൊറ്റ പരീക്ഷ എഴുതാൻ മാത്രമേ ആ കാബാലികർ അന്ന് ഷഹബാസിന് അനുവദിച്ചുള്ളൂ. അത് IT പരീക്ഷ. എഴുതിയ പരീക്ഷയിൽ ഷഹബാസിൻ്റെ മാർക്ക് A+ ആണ്. ബാക്കി സബ്ജക്റ്റിൻ്റെ നേരെ നമുക്ക് കാണാൻ കഴിയുന്നത് ആബ്സെൻ്റ് എന്നതാണ്. എൻ്റെ പ്രിയമുള്ളവരെ കാണുമ്പോൾ സങ്കടപ്പെടുത്തുന്നു. മറ്റു പരീക്ഷകൾ എഴുതാൻ, മറ്റു കാര്യങ്ങളിൽ ഇടപെടാൻ ഷഹബാസിനെ അവൻ്റെ കൊലയാളികൾ അനുവദിച്ചില്ല. അതിന് മുമ്പ് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ഇവിടെ നിന്ന് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു. നിഷ്ഠൂരമായി ഷഹബാസിൻ്റെ ദേഹത്തേക്ക് ആഞ്ഞടിച്ച് കയറിയിട്ടും ഇനിയും അവർക്ക് കലി തീരാത്തതുപോലെ അവർ പറയുന്നത് നമുക്ക് രക്ഷപ്പെടാം, നമ്മോട് ആര് ചോദിക്കാനാ, എല്ലാം ഒരു നിസ്സാരമായ രീതിയിൽ അന്ന് നമ്മളെല്ലാവരും വാർത്തകൾ കേട്ടതാണ്. ആ വോയിസുകൾ നമ്മളെല്ലാവരും കേട്ടതാണ്. മാരകമായ ആയുധം ഉപയോഗിച്ചിട്ട് ഷഹബാസിൻ്റെ തല തല്ലിച്ചതച്ച ആ കാബാലികർ അവരിന്ന് നിയമത്തിൻ്റെ സപ്പോർട്ടിലാണ് കഴിയുന്നത്. അവർ ഇന്നും അവരുടെ മാതാപിതാക്കൾക്ക് അവർക്ക് സപ്പോർട്ട് പോലെ നിന്ന് കൊടുക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മക്കൾ മറ്റുള്ളവൻ്റെ ദേഹത്ത് കയറിയിട്ടില്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾ അതേ നിങ്ങളുടെ ദേഹത്തും കയറുമെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തൻ്റെ മക്കളുടെയും കൂടെ പിറപ്പുകളുടെയും പേരമക്കളുടെയും റിസൾട്ടിൻ്റെ പേരിൽ നമ്മൾ സന്തോഷം അനുഭവിക്കുമ്പോൾ, ആഹ്ലാദം അനുഭവിക്കുമ്പോൾ, നമ്മളതിലൊക്കെ പങ്കുചേരുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഷഹബാസിൻ്റെ വീട്ടുകാരുടെ ആ കണ്ണീര് നമ്മൾ കാണാതെ പോകരുത്. ആ പൊന്നുമോന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ മാതാപിതാക്കൾക്ക് സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ പൊന്നുമോന് നീതി ലഭിക്കാൻ നമ്മൾ ഏത് അറ്റം വരെയും നമ്മൾ പോകണം. അവൻ്റെ കൂട്ടുകാർ അവനിക്ക് വേണ്ടി സങ്കടപ്പെട്ടു. അവനിക്ക് വേണ്ടി മാതാപിതാക്കളുടെ കൂട്ടുകാരെ ഒപ്പം നിന്നു. ഷഹബാസിൻ്റെ വാപ്പ ഇന്നും അതിനുള്ള നിയമ പോരാട്ടത്തിലാണ്. ആ പൊന്നുമോൻ്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ. കൂട്ടുകാർ അവരേറ്റവും കൂടുതൽ അവനെ കാണാനും അവൻ്റെ കാര്യങ്ങൾ അറിയാനും ആഗ്രഹിച്ചവരാണ്. അള്ളാഹു തആല അവർക്കും അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.